തേടേണ്ടതുണ്ട്. കാക്കനാട് DLF ഫ്ളാറ്റിലെ താമസക്കാർക്ക് ഛർദിയും വയറിളക്കവും പിടിപെട്ട സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധനാ റിപ്പോർട്ട് ഉടൻ ലഭിക്കും. ഈക്കോളി ബാക്ടീരിയയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല. ഏത് ജലസ്രോതസ്സിൽ നിന്നാണ് രോഗം പടർന്നത് എന്നതും കണ്ടെത്തേണ്ടതുണ്ട്. നവമിയുണ്ട്. നവമി, നിലവിൽ ആശങ്ക മാറിയിട്ടുണ്ടോ? എപ്പോഴാകും ഈ റിപ്പോർട്ട് കിട്ടുക? പാർവതി, റിപ്പോർട്ട് ലഭിക്കാൻ അല്പം വൈകും. കാരണം ഇന്നലെ വൈകുന്നേരം മാത്രമാണ് ആരോഗ്യ വകുപ്പ് എത്തി ഇവിടെയുള്ള വെള്ളം ശേഖരിച്ചു കൊണ്ടുപോയത്. 48-നും 72 മണിക്കൂറിനും ഇടയിലായിരിക്കും ഈ റിപ്പോർട്ട് ലഭിക്കുക. എന്തായാലും റിപ്പോർട്ട് ഇന്ന് ലഭിക്കില്ല എന്ന് കൂടി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വീണ്ടും കാലതാമസം നേരിടും. ഈ അത്രയും ഒരു വിവാദമുണ്ടായതിനു ശേഷം മാത്രമാണ് ആരോഗ്യ വകുപ്പ് ഇതിൽ ഇടപെടുകയും പിന്നീട് ഇതിന്റെ വെള്ളം ടെസ്റ്റിന് വേണ്ടിയിട്ട് എടുക്കുകയും ഒക്കെ ചെയ്തത്. ഇനി ഇതിന്റെ റിസൾട്ട് ലഭിച്ചാൽ മാത്രമേ DMOയ്ക്ക് കളക്ടർക്ക് ആവശ്യപ്പെട്ട റിപ്പോർട്ട് കൈമാറാനും സാധിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ആളുകൾ ഇപ്പോഴും പല ആശുപത്രികളിലും ചികിത്സയിലാണ്. ഏകദേശം 400-ലധികം പേർക്ക് ഈ രോഗം ബാധിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. അതിൽ കുട്ടികളുമുണ്ട്. 25ഓളം കുട്ടികളും ഇത്തരത്തിൽ രോഗലക്ഷണങ്ങളുമായി ഒക്കെ ആശുപത്രികളിലും വീടുകളിലും ഒക്കെ ചികിത്സയിലാണ്. ഇവർക്ക് വേണ്ട എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെ എല്ലാ സഹകരണവും അല്ലെങ്കിൽ എല്ലാ ട്രീറ്റ്മെന്റും ഇവർക്ക് ഈ ഫ്ളാറ്റുകളിൽ തന്നെ ലഭ്യമാക്കുവാനുള്ള നടപടികളും ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ആസ്റ്റർ മെഡിസിറ്റിയിലെ ഒരു സംഘം ഡോക്ടർമാർ തന്നെ ഈ ആസ്റ്റർ DLFൽ എത്തുകയും അവരുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. എന്തായാലും ഈ റിപ്പോർട്ട് ഇനിയും ലഭിക്കാൻ വൈകുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്.